Hi, good morning everybody. Welcome to the world of geology. Geology means, the word means to the world of scientific wisdom, knowledge and technology. So today we'll be dealing with a portion in the subject EIA. So what is EIA? EIA is Environmental Impact Assessment. Environmental Impact Assessment is a subject that comes under the Civil Engineering Division. Now, EIA കുറിച്ചൊരു ടെക്സ്റ്റ് ബുക്കും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ here is a textbook on EIA that I have written. If you approach me, I will just sell it for this 200. Okay, the MRP is 250. Now, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നിങ്ങൾ കരുതണ്ട. ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ബിക്കോസ് ഇതിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്നു എന്നുകൊണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോയതാണ്. ഇതവിടെ നിൽക്കട്ടെ. ഇനി എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഈ എൻവയോൺമെന്റിലേക്ക് ഇമ്പാക്ട് എങ്ങനെയാണ് വരുന്നത് ഇത് ആദ്യമേ നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ ആ ഏരിയ അല്ല ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ EIA എന്താണ് എന്ന് നിങ്ങൾ അറിയണം. സോ ആക്ച്വലി as the word stands for, that is EIA stands for Environmental Impact Assessment. Now how does environment gets hampered, or what all things will create an impact on the environment? Usually it is the projects. When you consider a project, you can say that a project may be in its initial stage under paperworks, or it's about to, it has started or it is running, or else a project may be completed by now and the project is in the industrial phase or running phase. So a project can have 3 phases, that is present, past and future phases. That is, either a project is going to be started or is running or is under construction. So ഈ 3 ഫേസിലുള്ള പ്രോജക്റ്റ്. So there are 3 phases of the project, and for each phase, except for the initial stage where the project has not started, where it is under paperwork, in all other phases the project is undergoing or is doing some, or it is interacting with the nature, it is interacting with environment. So the interaction with environment will affect or it will create effects upon the nature or the ecosystems within the nature. So what do you understand by ecosystem? A living system or a system of or a group of interrelated or coexisting beings of nature comprises the ecosystem. അതായത് ഒരു ചെറിയ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പുല്ല് തിന്നുന്ന പുൽച്ചാടി, ആ പുൽച്ചാടിയെ തിന്നുന്ന തവള, ആ തവളയെ തിന്നുന്ന പാമ്പ്, ഇതെല്ലാം ഫുഡ് ചെയിൻ്റെ ഭാഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഇതെല്ലാം ഇന്റർഡിപ്പെൻഡന്റ് ആണ്. പുല്ലും പുൽച്ചാടിയും ഇന്റർഡിപ്പെൻഡന്റ് ആണ്. പുൽച്ചാടിയും തവളയും ഇന്റർഡിപ്പെൻഡന്റ് ആണ്. തവളയും പാമ്പും.
ഭക്ഷണ കാര്യത്തിന് മാത്രമാണ് ഈ ഇന്റർഡിപെൻഡൻസി. അപ്പോൾ ഒരു നേച്ചറിലെ എന്ത് കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ പുല്ലിനെയോ അല്ലെങ്കിൽ പുൽച്ചാടിയെയോ അല്ലെങ്കിൽ തവളയോ പാമ്പിനെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആ പ്രോജക്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അത് ആ എക്കോസിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റത്തെ മൊത്തമായിട്ട് ബാധിക്കും. അത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ഒരു പ്രോജക്റ്റ് റണ്ണിങ് ഫേസിലായാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, പുക പടലങ്ങൾ ഒരു ഫാക്ടറി റൺ ചെയ്യുകയാണെങ്കിൽ ആ ഫാക്ടറിയുടെ വേസ്റ്റ് മെറ്റീരിയൽസ്, എഫ്ലുവൻസ്, അതായത് വാട്ട് യു കോൾ എഫ്ലുവൻസ്, it can be put into water or drainage and it will be finally reaching river bodies. River bodies ലുള്ള algae, fish, അങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസംസ്, ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യർ, ഇതെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ അത് എങ്ങനെയെങ്കിലുമൊക്കെ എൻവയോൺമെന്റിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അപ്പൊ ആ ഇമ്പാക്റ്റ് ഹാംഫുൾ ലിമിറ്റ്സിനേക്കാളും താഴെ നിർത്തേണ്ട ജോലി സാധാരണഗതിയിൽ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ അധികാരികൾക്ക് ഉള്ളതാണ്. ടൗണിലെ ടൗൺഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഫീസേഴ്സിന് അവിടെയുള്ള അധികാരികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ ഇതുണ്ടാക്കാതെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാനൊക്കെ ആക്ഷൻ എടുക്കേണ്ടത് അവിടുത്തെ അധികാരികളാണ്. സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങിയ ശേഷമല്ല നമ്മൾ എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത്. ഒരു പ്രോജക്റ്റ് അത് കമ്മീഷൻ ചെയ്യുന്ന അവസ്ഥയിൽ, അതായത് അതിന് സാങ്ഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഈ വക കാര്യങ്ങൾ മുന്നേ കൂട്ടി കാണാനായിട്ടുള്ള ഒരു ഒരുക്കമാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അങ്ങനെ മുന്നേ കൂട്ടി കാണാനായിട്ട് എല്ലാ പ്രോജക്റ്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും എഴുതി അറേഞ്ച് ചെയ്ത് അത് സ്ക്രീൻ ചെയ്ത് അതെല്ലാവരെയും അധികാരികളെ അറിയിച്ച് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ പല സ്റ്റെപ്പുകളുണ്ട് EIA-യിൽ. ഇത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണം. അപ്പൊ ഇതൊക്കെ ഇത് തന്നെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറെ ടെക്നിക്സ് ഉപയോഗിക്കും. ആ ടെക്നിക്സ് ആണ് ഇന്നത്തെ നമ്മുടെ പാഠ്യ വിഷയം. അതായത് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക, ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിൽ പറയുന്നത് EIA ടെക്നിക്സ് അല്ലെങ്കിൽ EIA മെത്തേഡ്സ് എന്നാണ്. അപ്പൊ ഇതിന് വിൽ ബിഗിൻ. ജസ്റ്റ് ബിഫോർ ബിഗിനിങ്, ഇപ്പൊ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കഴിഞ്ഞു. അപ്പോ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. കേറി വാ കുട്ടികളെ GRPയുടെ ജ്ഞാനവിജ്ഞാന ലോകത്തിലേക്ക്. ഇന്ന് പാഠ്യം EIA മെത്തേഡ്സ്. അപ്പോ EIA മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ it means to gather and analyze data. So you require data. What all data regarding environmental impact assessment എന്ന് പറയുമ്പോൾ we are dealing with the different steps that are involved, different parts that are involved, different areas that are involved in the project which will affect the environment in one way or another. So these data are to be collected and represented on paper as a report to be submitted before the commissioning office for sanction.
Only if the project is sanctioned completely, it will commence or start. Sometimes the authorities might make small changes or will make some amendments in the data collected or in the procedures of the or in the processes of the project before commissioning, or else they will accept it or else they will reject it. So there are only three chances: either they accept the project, either they dismiss the project, or they will make or they will ask you to make amendments, and after making the amendments they will allow you to start the project. So now we will come to what actually today's portion is, that is EIM methods or impact assessment methods, and it includes checklists, metrics, networks, overlays, etc. Now എന്തിനാണ് ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ, ചെക്ക് ലിസ്റ്റുകളും ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റുകളും മെട്രിക്സ്, നെറ്റ്വർക്ക്സ്, ഓവർലേസ് എന്ന് പറയുന്നത്? ഇതൊക്കെ ജസ്റ്റ് മെത്തേഡുകളാണ്. എന്ത് മെത്തേഡ്? അതായത് ഞാനിപ്പോൾ പറഞ്ഞു, ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കമ്മീഷനിങ് ഓഫീസിന് മുമ്പാകെ ഒരു പ്രോജക്റ്റ് സാങ്ഷൻ ആവാൻ വേണ്ടി. സോ in order to represent the various datas within the project, within the processes of the project, within the areas of the project, we have to adopt certain methods or methodologies. And so as a part, there are different types of methods and there are different types of methodologies that you can adopt to represent the same on paper. One among them is checklist. Now, what do you understand by the term checklist? നിങ്ങളൊക്കെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള പിള്ളേരല്ലേ? നിങ്ങൾ കടയിൽ സാധനം വാങ്ങിക്കാൻ കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരത്തില്ല. നിങ്ങൾ എന്തോ ചെയ്യും? ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ കുറച്ചുണ്ട് പേപ്പറിലോ കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങണം എന്നുള്ള എഴുതും. അമ്മ പറഞ്ഞു തരും, നിങ്ങൾ എഴുതും. എന്നിട്ട് നിങ്ങൾ അതുമായിട്ട് കടയിൽ പോയി സാധനം വാങ്ങിച്ച് തിരിച്ചു വരും. ചെക്ക് ചെയ്യും അല്ലേ? ഓരോ സാധനങ്ങൾ വാങ്ങിയോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ കടക്കാരാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഓരോ സാധനങ്ങളും എടുത്തിട്ട് അത് ടിക്ക് ചെയ്യും. ഇതൊരു തരം ചെക്ക് ലിസ്റ്റാണ്. ഇതേപോലുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ് ഇവിടെയും നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരികയാണ്. So, checklists are designed to establish whether a proposed project is likely to have negative impacts on the environment. അതായത് ഒരു പ്രോജക്റ്റിന് എന്തെങ്കിലും നെഗറ്റീവായിരിക്കുന്ന ഇമ്പാക്റ്റുകൾ എൻവയോൺമെന്റിൽ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് ഇവിടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഇമ്പാക്റ്റുകൾ നെഗറ്റീവ് ആയിരിക്കും, ചില ഇമ്പാക്റ്റുകൾ പോസിറ്റീവ് ആയിരിക്കും. ഇമ്പാക്റ്റ് നെഗറ്റീവ് ആകുന്നത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ നല്ല റിസൾട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക പോസിറ്റീവായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ എൻവയോൺമെന്റിനെ മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഊർജം നൽകുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന ചില സ്റ്റെപ്പുകളും പ്രോജക്ട്സിനുണ്ടാവും. ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഇവിടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ രണ്ടായിട്ട് പറയും, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, that is descriptive checklist and weight scaling categories. Now what do you understand by descriptive? ആ പേര് കേട്ടതെന്ന് അറിയാലേ,
the term descriptive, it describes ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലിസ്റ്റ്. സിമ്പിൾ. വാട്ട് ഈസ് വെയ്റ്റ് സ്കെയിലിംഗ് കാറ്റഗറീസ്? വെയ്റ്റ് സ്കെയിലിംഗ് കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ലിസ്റ്റ് ചെയ്തിരിക്കുകയല്ല, ആ ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ പോയിന്റിനും നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ വെയിറ്റേജ് നൽകിക്കൊണ്ട് അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ ആഡ് ചെയ്യും. ചെക്ക് ലിസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ ആ ലിസ്റ്റിന് കുറച്ച് ന്യൂമറിക്കൽ വെയിറ്റേജ് അത്രയും കൊടുക്കും. ആ ന്യൂമറിക്കൽ വെയിറ്റേജ് അനുസരിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അപ്പം നമുക്ക് ആദ്യമേ ചിന്തിക്കാം, ഒരു അർബൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടക്കുകയാണ്, അർബൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ആ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റിന് ആദ്യമേ ഒരു ബോക്സ് വരച്ചിട്ട് അർബൻ ഡെവലപ്മെന്റ്, അപ്പൊ അതിനൂടെ എന്ത് സംഭവിക്കും? അതുമായിട്ട് ഒരു ആരോ ഇട്ടിട്ട് അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ പേവ്ഡ് ഏരിയ. ഓക്കെ, പേവ്ഡ് ഏരിയ ഇൻക്രീസ് ചെയ്യും, ഇത് ഡിസ്ക്രിപ്ഷൻ ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒരു ആരോ വരച്ചിട്ട് പേവ്ഡ് ഏരിയ കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പേവ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, റോഡ് പോലെയുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്സ് ഇടുകയോ അല്ലെങ്കിൽ ടൈൽസ് കോൺക്രീറ്റ് ടൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഇന്റർ ബ്ലോക്സ് ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പേവിങ് കൂട്ടുക. ഡയറക്റ്റ് മണ്ണുമായിട്ടുള്ള മനുഷ്യന്റെ കാലിന്റെ ബന്ധം മാറ്റിയിട്ട് അതും ഇതും തമ്മിലുള്ള മണ്ണും മനുഷ്യന്റെ കാലും അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കാലുകളും തമ്മിൽ ഇടയിൽ ഒരു പ്രതലം വരുത്തുന്നതാണ് പേവ്ഡ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താ അവിടെ സംഭവിക്കുക? മോർ റെയിൻ വാട്ടർ റൺ ഓഫ്, മഴ പെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വെള്ളം ഒഴുകിപ്പോവും. ഒഴുകിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് മണ്ണിലേക്ക് കടന്ന് കയറാനുള്ള സാധ്യത അവിടെ കുറയും. അപ്പം മണ്ണല്ല വെള്ളം എല്ലാം കൂടെ ഒലിച്ച് അടുത്തുള്ള കുളത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള എസ്റ്ററി എന്ന് പറയുന്ന വാട്ടർ ബോഡി, അടുത്തുള്ള വാട്ടർ ബോഡി നദിയിലോ അരുവിയിലോ ഒക്കെ ചെന്ന് ചാടും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് എസ്റ്റ്യൂറിയിലേക്ക് വന്നാൽ ആ എസ്റ്റ്യൂറിയിലുള്ള സോൾട്ടുകൾ ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അതായത് ഇപ്പം എസ്റ്റ്യൂറിക്ക് ഒരു സോൾട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ, സോൾട്ട് കണ്ടന്റ് എന്ന് വെച്ചാൽ ഉപ്പെന്ന് പറയുന്നത് ഈ സാധാ ഉപ്പല്ല. ഇപ്പം ഏത് മെറ്റൽ ആയാലും ഇതൊക്കെ ആയാലും സോൾട്ട് കണ്ടന്റ്, ഉപ്പെന്ന് പറയുന്ന മാത്രമല്ല സോൾട്ടായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെറ്റൽ കണ്ടന്റ് ആയാലും അങ്ങനെയുള്ള കണ്ടന്റുകളാണ് ഇവിടെ സലാനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എസ്റ്റ്യൂറി സലാനിറ്റി കുറയും. എസ്റ്റ്യൂറി സലാനിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷെൽ ഫിഷുകൾ ജീവിക്കാൻ പറ്റില്ല. അതിനകത്ത് സലാനിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ ഫിഷിന്റെ ഷെല്ല് ഫോം ചെയ്യുന്ന സോൾട്ടിൽ നിന്നുള്ള ഇതൊക്കെ എടുത്തിട്ടാണ്. അപ്പം ഷെൽ ഫിഷുകൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ഇതിനുള്ള പോംവഴി എന്താ? സർഫസ് റീഡിസൈൻ ചെയ്യണം. ഏത് പേവ്ഡ് ഏരിയയുടെ സർഫസുകൾ റീഡിസൈൻ ചെയ്ത് മഴവെള്ളം കൂടെ പെർക്കുലേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സംഭവം ഉണ്ടാണ്. ഇപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അതായത് അർബൻ ഡെവലപ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇൻക്രീസ് പേവ്ഡ് ഏരിയ എഴുതിയിട്ടുണ്ട്, മോർ റെയിൻ വാട്ടർ റൺ ഓഫ് എഴുതി, പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഫ്രഷ് വാട്ടർ എസ്റ്റ്യൂറിയിലെ സലാനിറ്റി കുറയും, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എസ്റ്റ്യൂറിയിലെ വെള്ളം കൂടും. വെള്ളം കൂടിയാൽ എന്ത് സംഭവിക്കും? സലാനിറ്റി കുറയും. സലാനിറ്റി കുറഞ്ഞാൽ ഷെൽഫിഷുകൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വന്നാൽ റീഡിസൈൻ ചെയ്യണം. ഇനി വേറൊരു പ്രശ്നം കൂടി റെയിൻ വാട്ടർ റൺ ഓഫ് കൂടിയാലുണ്ട്. അത് അക്വിഫറിന്റെ റീചാർജ്. എന്താണ് അക്വിഫർ? അക്വിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പാറക്കിടയിലെ, അതായത് പാറക്കിടയിലെ ജലം, അതായത് അതാണ് അക്വിഫർ എന്ന് പറയുന്നത്. അക്വിഫർ എന്ന് പറയുന്നത് ചില
ചില പാറയുടെ ഇടയിലുള്ള പാറകൾ ജലസ്രോതസ്സായിട്ട് മാറാറുണ്ട്. അതായത് അതിൻ്റെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെ അതാണ് അക്യുഫർ. ജനറലി സ്പീക്കിങ്, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറെ ടൈപ്പ് അക്യുഫർ ഒക്കെ ഉണ്ട്, ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പം ലോസ് ഓഫ് വെൽസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോ ഈ അക്യുഫറിന്നുള്ള കണക്ഷൻസ് വെല്ലിലേക്കൊക്കെ വരും. അതായത് വെള്ളം എന്ന് വെച്ചാൽ കിണർ. അപ്പൊ കിണറ്റിലേക്കൊക്കെ വെള്ളം വരുന്നത് സാധാരണഗതിയിൽ അക്യുഫറിന്നൊക്കെയുള്ള കണക്ഷൻസ് വഴിയാണ്. അപ്പം ഇങ്ങനെയുള്ള കിണറുകളിലേക്ക് ഡ്രിങ്കിങ് വാട്ടറും സാധാരണ അക്യുഫറിലേക്ക് ഇപ്പം പേയ്ഡ് ഏരിയസ് ഇല്ലായിരുന്നെങ്കിൽ ജലം മണ്ണിന്റെ ഇടയിൽ കൂടെ ഒലിച്ച് പാറയ്ക്കിടയിലുള്ള അക്യുഫറിനകത്തെ ജലസ്രോതസ്സുമായിട്ട് ചേർന്ന് അവിടുത്തെ ജലത്തിന്റെ നിരപ്പ് ഉയർന്നേനെ. അങ്ങനെ ആ ജലനിരപ്പ് കൂടുമ്പോൾ നമുക്ക് കിണറ്റിലെ വെള്ളത്തിനും ഒരു സ്രോതസ്സായിട്ട് അത് ഭാവിച്ചേനെ. പക്ഷെ അത് ഇവിടെ നടക്കില്ല, കാരണം പേയ്ഡ് ഏരിയസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ അപ്പൊ അതിന്റെയും പോം വഴി എന്താണ്? സർഫസ്, പേയ്ഡ് ഏരിയയുടെ സർഫസ് നമ്മൾ റീഡിസൈൻ ചെയ്തിട്ട് വെള്ളത്തിന്റെ ഇൻഫിൽട്രേഷൻ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിക്കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക. സോ ദിസ് ഈസ് എ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ അർബൻ ഡെവലപ്മെന്റ് മാത്രമേ ഇവിടെ വന്നിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അർബൻ ഡെവലപ്മെന്റ് വരുമ്പോൾ ഏറ്റവും അത് ഇവിടെ ഉദ്ദേശിച്ച ഒരു പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്ന പേയ്ഡ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ EIA പ്രൊസീജിയർ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ഈ ഒരു സ്റ്റെപ്പ്, അതായത് പേയ്ഡ് ഏരിയ കൂട്ടുന്നത് വഴി എന്തെങ്കിലും ഇമ്പാക്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ എൻവയോൺമെന്റിലേക്ക് ഉണ്ടാവും എന്ന് അല്ലെങ്കിൽ ഉണ്ടായേക്കാം എന്ന് മുൻകൂട്ടി കണ്ട് അതിനുള്ള പോം വഴിയിൽ കൂടെ കണ്ടിട്ട് ആ പോം വഴി നടപ്പിലാക്കിയിട്ട് ആ ഇമ്പാക്റ്റുകളെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറാണ് EIA പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു ഉദാഹരണമാണ്. ഈ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലായെന്ന് തോന്നുന്നു. മറ്റത് ഞാൻ വേഗമായിട്ടാ പറഞ്ഞത് എന്താ സംഭവം. ഈ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. റെയിൻ വാട്ടർ റൺ ഓഫ് കൂടിയാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സർഫസ് റീഡിസൈൻ ചെയ്യുക. അപ്പൊ ഈ സർഫസ് റീഡിസൈൻ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് ഒന്ന് തീർന്നു. ഇത് നമ്മൾക്ക് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അക്യുഫർ റീചാർജിന്റെ കുറവ്. അക്യുഫർ റീചാർജിങ് ഈസ് ഇൻ എ ലെസർ റേറ്റ്. അപ്പം കിണറുകൾക്കുണ്ടാവുന്ന കുഴപ്പം. മറ്റേ കുഴപ്പം എന്ന് പറയുന്നത് സലൈനിറ്റി കൂടിയിട്ടുള്ള കുഴപ്പം, അതായത് ഷെൽ ഫിഷുകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ഈ രണ്ട് പ്രോസസ്സിനും ഇവിടെ വെയിറ്റേജ് കൊടുത്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് ഒരു ചാർട്ടിൽ വരച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് ആണ്. ഇത് ചെക്ക് ചെയ്യണം നമ്മൾ. അതായത് ഇന്ന സ്റ്റെപ്പ് വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ട് എഴുതി വെക്കുന്നു. അപ്പൊ അതൊരു ചെക്ക് ലിസ്റ്റ്. ഇന്ന കാര്യം ചെക്ക് ചെയ്യണം, അത് ഓക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക് വെയിറ്റേജ് കൊടുത്തിട്ടില്ല. ഇപ്പം രണ്ട് പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. രണ്ട് പ്രശ്നം ഒരേപോലെയാണ് ഇവിടെ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസിലെ വ്യത്യാസം വരുന്ന വെയിറ്റേജ് കൊടുക്കുന്നതാണ് വെയിറ്റഡ് സ്കെയിൽ ചെക്ക് ലിസ്റ്റുകൾ. അപ്പം അത് നിങ്ങൾക്ക് ഇപ്പം അതിന്റെ ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പം വെയിറ്റഡ് സ്കെയിൽ ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ ഞാൻ പറയാം. സോ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി വെയിറ്റഡ് സ്കെയിൽ ചെക്ക് ലിസ്റ്റ്. ഒന്നോ അതിൽ കൂടുതലോ ഉള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞത് ഏതാണ് എന്ന് തരംതിരിച്ച് കാണാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റഡ് സ്കെയിൽ ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ചിലപ്പോ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഈ രണ്ട് ചെക്ക് ലിസ്റ്റുകളും കണ്ടെന്നിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ EIA പ്രൊസീജിയറിൽ ഈ രണ്ട് തരം ചെക്ക് ലിസ്റ്റുകളും
രണ്ട് പ്രത്യേക സ്റ്റെപ്പുകൾക്ക് മാറി മാറി കണ്ടെന്നിരിക്കാം. ഒരേ തരം ചെക്ക് ലിസ്റ്റ് മാത്രം റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നോ ഒരു പ്രൊസീജിയറിൽ ഉണ്ടാവുമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കുന്ന ഒരു കമ്പാരിസൺ ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് തമ്മിൽ ഉണ്ടാക്കാൻ, അതായത് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ഒരു പ്രോബ്ലം കണ്ടു, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് വരാൻ, ഇപ്പൊ നേരത്തെ അർബൻ ഡെവലപ്മെന്റിൽ നമ്മൾ കണ്ടു ഇൻഫിൽട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി സർഫസ് പേവ് ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യം കൂടെ മുൻകൂട്ടി പ്രയോഗിക്കുന്ന ഒരു ഇതാണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കണ്ടത്. ഇനി ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസോ ഓൾട്ടർനേറ്റീവ്സോ വരുന്ന സമയത്ത് അത് തമ്മിലുള്ള ഇമ്പോർട്ടൻസിലെ വ്യത്യാസം മനസ്സിലാക്കാനും വെയിറ്റഡ് സ്കെയില് സഹായിക്കും. അപ്പൊ അത് ഒരു കാര്യം. പിന്നെ ഇറ്റ് അലൗസ് ഫോർ സ്കോറിംഗ് ആൻഡ് അഗ്രിഗേഷൻ ഓഫ് ഇമ്പാക്ട്സ് അറൈസിംഗ് ഫ്രം ദ ഇഷ്യൂസ് ഓൺ ദ എൻവയോൺമെന്റൽ കമ്പോണൻസ്. അപ്പോ ഒരു ഇമ്പാക്ട്, ആ ഇമ്പാക്റ്റിൽ നിന്ന് മറ്റൊരു ഇമ്പാക്ട്, അതിൽ നിന്ന് അടുത്ത ഇമ്പാക്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ചില സമയത്ത് നിങ്ങൾ ചീട്ട് കൊട്ടാരം കണ്ടിട്ടില്ലേ? ചീട്ട് കൊട്ടാരത്തിന്റെ ഏറ്റവും മേളിലത്തെ ചീട്ട് ഒന്ന് താഴെ വീണാൽ മതി, എല്ലാം കൂടെ ഇടിഞ്ഞു വിളഞ്ഞു വീഴും. അതേപോലെ നേച്ചറിലും ഒരു ഇമ്പാക്റ്റിൽ നിന്ന് മറ്റൊരു ഇമ്പാക്റ്റിലേക്ക് നീങ്ങുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയും ഇമ്പോർട്ടൻസുകൾ തമ്മിൽ തിരിച്ചറിയാനും അതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് ഇതിൽ, അതായത് ആ വെയിറ്റേജ് തരംതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റഡ് സ്കെയിൽ ചെക്ക് ലിസ്റ്റുകൾ സഹായിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു ചെക്ക് ലിസ്റ്റിനകത്തെ ഈ ഒരു ഇന്നോവേഷൻ, അതായത് വെയിറ്റഡ് സ്കെയിൽ ഇടുന്ന ഇന്നോവേഷൻ ഉപയോഗിക്കും. ഇനി ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകളുടെ ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകളുടെ അഡ്വാൻറ്റേജസ് എന്തെങ്കിലും, എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? നമ്മൾ ഇങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് നമുക്കുള്ള നേട്ടം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെ മേൽക്കായ്മ, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചെക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ഓൾ പോസിബിൾ റിലേഷൻഷിപ്സ് ആൻഡ് ഇമ്പാക്ട്സ് ഔട്ട് ഓഫ് വിച്ച് എ സെറ്റ് ഈസ് ടൈലേർഡ് ഫോർ എ സ്പെസിഫിക് അസൈൻമെന്റ് ആൻഡ് ഈസ് ചൂസൺ അക്കോർഡിംഗ്ലി. അതായത് ഒരു പർട്ടിക്കുലർ അസൈൻമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഓൾട്ടർനേറ്റീവ്, ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ ഇൻ റെസ്പോൺസിബിൾ പൊസിഷൻസ് ടു ബിക്കം മോർ അവെയർ ഓഫ് വാട്ട് ദേ ഷുഡ് ബി ലുക്കിംഗ് ഫോർ വെൻ അസസിങ് എ പ്രപ്പോസ്ഡ് പ്രോജക്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ, ഇപ്പം ഞാൻ പറഞ്ഞു, ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു, ഈ റിപ്പോർട്ട് മേലധികാരികൾക്ക് സമർപ്പിച്ചിട്ട് അവര് അത് ജഡ്ജ് ചെയ്ത് നോക്കി വായിച്ച് മനസ്സിലാക്കി അതിനകത്തെ പ്രോസ് ആൻഡ് കോൺസ് കണ്ട് സാങ്ഷൻ ചെയ്യണം. അപ്പൊ അവർക്ക് എളുപ്പത്തിന് ഈ ചെക്ക് ലിസ്റ്റുകളായിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് ഇതിനകത്ത് എന്ത് സജഷൻസ് നിങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഏത് മെത്തേഡ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആണോ, അതോ അതിലും നല്ല ഓൾട്ടർനേറ്റീവ് മറ്റതായിരുന്നോ, അതോ ഇനി വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് അവർക്ക് തരാൻ സാധിക്കുമോ എന്നൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള റിപ്ലൈകളും ബാക്കി സജഷൻസും ഒക്കെ എഴുതി ചേർക്കാനായിട്ട് അവരെ ചെക്ക് ലിസ്റ്റുകളായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. Checklists may also help to produce a higher degree of awareness of the environmental aspect of a project. അപ്പം നമുക്ക് ഒരുപാട് ഡിഗ്രി ലെവലിലേക്ക്, ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ആഴത്തിൽ ഡീപ്പായിട്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടും അത് അസസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചെക്ക് ലിസ്റ്റ് കൊണ്ട് സാധിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഇമ്പാക്ട്സ് ഈസ് പോസിബിൾ യൂസിങ് ദ വെയിറ്റഡ് സ്കെയിൽ മെത്തേഡ്. അപ്പൊ ഈ ഇമ്പാക്ട് ഞാൻ പറഞ്ഞു, ഇത് പലതരം ഇമ്പാക്റ്റുകൾ എൻവയോൺമെന്റിൽ ഓരോ സ്റ്റെപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്.
നിങ്ങളൊന്ന് നടക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്റ്റെപ്പുകൾ കൊണ്ട് എൻവയോൺമെന്റിൽ എന്തൊക്കെ ഇമ്പാക്ട് നടക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രയെത്ര പുഴുക്കളും എത്രയെത്ര ചെറിയ ജീവജാലങ്ങളും എത്രയെത്ര പുൽനാമ്പുകളുമാണ് ഞെരുക്കപ്പെടുന്നതെന്ന്. സോ quantification of impacts is possible using the weighted scale method. അപ്പൊ ഈ വെയ്റ്റഡ് സ്കെയിൽ മെത്തേഡ് കൊണ്ട് ക്വാണ്ടിഫിക്കേഷൻ, ആ ടേം ഒന്ന് മനസ്സിലാക്കിയപ്പോ, ക്വാണ്ടിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനും ക്വാളിറ്റിയും വൈസൊക്കെ തിയററ്റിക്കലും ആയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, അതിനൊരു അളവുകോല് നിശ്ചയിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിനാണ് ക്വാണ്ടിഫിക്കേഷൻ, അതിനാണ് സഹായിക്കുന്നത്. എന്ത്? വെയ്റ്റഡ് സ്കെയിൽ മെത്തേഡുകൾ നമ്മളെ അതിന് സഹായിക്കും. ഇനി ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് മേ ബി എക്സോസ്റ്റീവ്. കാരണം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ ഇപ്പം ഒരുപാട് വലിയ വലിയ പ്രൊസീജിയേഴ്സ് ഒക്കെ പ്രോസസ്സുകളൊക്കെ ഉള്ള പ്രോജക്റ്റിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ എഴുതി വെക്കുന്നതെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് പേനയും പേപ്പറും നഷ്ടപ്പെടുമെന്നല്ലാതെ ഒരു വൃത്തിയായിരിക്കുന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ദിസ് മെത്തേഡ് കമ്പാർട്ട്മെന്റലൈസ് ദ എൻവയോൺമെന്റ്. അപ്പോ എൻവയോൺമെന്റിനെ പല കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചുകൊണ്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഇവിടെ. കാരണം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പല എക്കോസിസ്റ്റങ്ങളുള്ളതാണ്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആയിരിക്കുന്ന ജീവജാലങ്ങളുടെ ഒരു കൂട്ടായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള പല എക്കോസിസ്റ്റംസ് വരും. അപ്പോൾ ഓരോ എക്കോസിസ്റ്റത്തിലെയും ജീവജാലങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്ത് പറയുമ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന എലമെന്റ് എന്ന് പറയുന്നതും പല പല ചെറിയ ബ്ലോക്കുകളായിട്ട് തിരിക്കപ്പെടുന്നു. കമ്പാർട്ട്മെന്റലൈസേഷൻ നടക്കുന്നു. അപ്പം എൻവയോൺമെന്റ് എന്ന് പറയുന്ന മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് എടുത്ത് അനലൈസ് ചെയ്ത് വരുമ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളായിട്ട് മാറ്റപ്പെടുന്നു. മൊത്തത്തിലുള്ള വ്യൂ കിട്ടുന്നതിന് പകരം ചെറിയ ചെറിയ വ്യൂ ആയിട്ട് മാറുന്നു. It is unable to relate individual activities to environmental components affected by these activities. അതായത് ചില സമയത്ത് ചില്ലറ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് കൊണ്ട് എൻവയോൺമെന്റൽ കമ്പോണൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇതോടെ ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആഫ്റ്റർ എ ബ്രേക്ക്